ടെലികോം മേഖലയിൽ പ്രധാന അഴിച്ചുപണികൾക്കൊരുങ്ങുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയായ ട്രായ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ എല്ലാവരും നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് OTP വരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പലരും നേരിട്ടിരുന്നു. OTPകൾ മുഖാന്തരം നടക്കുന്ന ഗുരുതരമായ നിരവധി തട്ടിപ്പുകളെക്കുറിച്ചും ജനം ബോധവാനാണ്. വ്യാജ OTPകൾ ഫോണുകളിൽ വന്നിരുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ ഇനി ഫോണിൽ വ്യാജ OTPകൾ വരില്ല. ഒപ്പം സ്പാം കോളുകളും SMS-കളും ഒരു പരിധിവരെ തടയാനും സാധിക്കും. ഫോണിലെ സ്പാം മെസ്സേജുകളും കോളുകളും തടയണമെന്ന് ടെലികോം കമ്പനികൾക്ക് ട്രായ് തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജിയോ, എയർടെൽ, VI, BSNL തുടങ്ങിയ ടെലികോം കമ്പനികൾക്കാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതും. ഈ വരുന്ന ഡിസംബർ 1 മുതൽ ഇനി മൊബൈൽ ഫോണിൽ OTP വന്നേക്കില്ല. ഡിസംബർ 1 മുതലാണ് ജിയോ, എയർടെൽ, VI, BSNL എന്നിവയ്ക്കായുള്ള ട്രായിയുടെ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. സ്പാമും SMS-ഉം ഫിഷിങ്ങും ഒക്കെ നേരിടാൻ പുതിയ നിയമങ്ങളും വരും. എന്തായാലും ഡിസംബർ 1 മുതൽ പുതിയ നിയമങ്ങൾ പാലിക്കാൻ ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ, BSNL തുടങ്ങിയ ടെലികോം കമ്പനികൾക്ക് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ മെസ്സേജുകളും OTPയും ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പുതിയ സംവിധാനം. എല്ലാ ടെലികോം കമ്പനികളും ഇത് കർശനമായി നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. നേരത്തെ ഒക്ടോബർ 1-നകം നിയമം നടപ്പിലാക്കണമെന്നായിരുന്നു ടെലികോം കമ്പനികളോട് ട്രായ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് നവംബർ 1 വരെ കാലാവധി നീട്ടുകയായിരുന്നു. ഒടുവിൽ വീണ്ടും 1 മാസം കൂടി കാലാവധി നീട്ടി നൽകി. സ്പാം മെസ്സേജുകൾ തടയാനാകണമെന്ന് ട്രായ് ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രമോഷണൽ ടെലിമാർക്കറ്റിംഗ് സന്ദേശങ്ങൾ കൂടാതെ ആപ്പുകളിലേക്ക് ആക്സസ് ചെയ്യുന്നതിനും പണം കൈമാറുന്നതിനും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനും ഉപയോഗിക്കുന്ന വൺ ടൈം പാസ്വേഡുകളെ, അതായത് OTPയെ പുതിയ നിയമം ബാധിക്കാമെന്നുള്ള സൂചനയുമുണ്ട്. OTP ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയുക എന്നതുകൂടിയാണ് ലക്ഷ്യം വെക്കുന്നത്. OTP നൽകാൻ നിർബന്ധിക്കുന്ന വ്യാജ SMS-കൾ മുഖേന നിരവധി തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പുതിയ നിയന്ത്രണങ്ങൾ ഏറെ സഹായകരമാകും. പുതിയ നിയമം എത്തുന്നത് അനാവശ്യ പ്രോമോ സന്ദേശങ്ങളും സ്പാം കോളുകളും തിരിച്ചറിയാനും സൈബർ തട്ടിപ്പുകളും ഫിഷിംഗ് അറ്റാക്കുകളും തടയാനും സഹായകരമാകും. ഒപ്പം ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്ത് പണം കൊള്ളയടിക്കുന്നത് ഒരു പരിധിവരെ തടയാനായേക്കുമെന്ന് തന്നെയാണ് പദ്ധതി കൊണ്ട് കരുതുന്നത്.